കല്യാണം. ചെക്കൻ നാട്ടിലെത്തിയത് 3 ദിവസം മുമ്പ് മാത്രമാണ്. ഓട്ടപ്പാച്ചിലായിരുന്നു. അങ്ങനെ ആ ദിവസം എത്തി. ശുഭമുഹൂർത്തം രാവിലെ 10:30-നും 11-നും ഇടയിൽ. ചെക്കന്റെ കൂട്ടുകാരെ കൊണ്ട് ഫോട്ടോഗ്രാഫർമാർ കുപ്പായം ഇടിക്കുന്ന തിരക്കിലാണ്. പെട്ടെന്ന് ആ സത്യം പൊട്ടിത്തെറിച്ച് മംഗലപ്പുരയിലാകെ പടർന്നു. പയ്യന്റെ പെട്ടിയിൽ സ്റ്റോക്ക് ഉള്ളത് അൽ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന പല കടുത്ത നിറത്തിലുള്ള ഷഡ്ഡികൾ മാത്രം. വെള്ള ഒറ്റെണ്ണമില്ല. പുറത്താണെ നല്ല ചൂടും. എങ്ങാനും ശരീരം ഉയർത്താൽ ഉള്ളിലുള്ള തനി നിറം പുറത്തു കാണിക്കുമെന്ന് വെള്ളമുണ്ട് കല്യാണത്തിനൊടുക്കുന്ന ചെക്കനോട് ഫോട്ടോഗ്രാഫർമാർ മുന്നറിയിപ്പ് നൽകി. ഇഡ്ഡലി തിന്നുന്നത് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഒരു കട എങ്ങനെയെങ്കിലും തുറന്ന് വെള്ള ഷഡ്ഡി എത്തിക്കാൻ അവർ എന്നെ ചട്ടം കെട്ടി. ഞാൻ പുറത്തിറങ്ങി വണ്ടി സ്റ്റാർട്ടാക്കി. ഞാൻ ഫസ്റ്റ് ഗിയറിലിട്ടപ്പോൾ ഒരു ചങ്ങാതി അതാ പുറത്ത് ഇതുവരെ നടന്ന കഥകളൊന്നും അറിയാതെ ഒരു പുല്ലും കടിച്ചു പിടിച്ച് അയവിറക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ടേക്കാ. ഹെൽമെറ്റിന്റെ വിടവിലൂടെ ഞാൻ അവനോട് പറഞ്ഞു, ചെക്കന് ഷഡ്ഡിയില്ല, വേമ്പ പോണം. കേട്ട വാതി അവൻ പുറകിൽ ചാടി കയറി. ടൗണിൽ ഒരു റൗണ്ട് ഓടിച്ചു. എവിടെയും കട തുറന്നിട്ടില്ല. 2ാം റൗണ്ട് ടൗണിലൂടെ പോകുമ്പോൾ ഒരു കടയുടെ മുതലാളി അതാ കട തുറക്കാതെ ഷട്ടർ മുന്നിൽ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്നു. അത് കണ്ട വാതി അവൻ പുറകിൽ നിന്ന് ചാടി ഇറങ്ങി. ഞാൻ വരണ്ടേ? ഞാൻ അവനോട് ചോദിച്ചു. വേണ്ട, ഷഡ്ഡിയല്ലേ? ഞാൻ ഏറ്റു.